ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം 34 അധ്യായം. ദാവീദ് അബീമേലെക്കിൻ്റെ മുമ്പിൽ നിന്നും ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്നും അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവൻ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. മഹാപരിശുദ്ധനും സ്വർഗപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികളെല്ലാം മാറട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ തകരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശത്രുവിൻ്റെ എല്ലാ കോട്ടകളും തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. കർത്താവെ, അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. നോട്ടത്തിലോ നടപ്പിലോ ചിന്തയിലോ വന്നുപോയ എല്ലാ കുറവുകളെയും സമർപ്പിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ ജനങ്ങളോട് സംസാരിക്കണം. കർത്താവെ, അനേകരുടെ വിഷയത്തിനുമേൽ സ്വർഗം എന്ന് ഇടപെടണമേ. അവിടുന്ന് ജനത്തോട് സംസാരിക്കണം. റിവൽ ശംദന റിഗൽ ഭട ഹസ്തുരിയ. വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ശത്രുവിൻ്റെ കോട്ടകളെ നസ്രേനായ യേശുവിൻ നാമത്തിൽ അതിൻ്റെ മേൽ ശാസിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കുന്നു. അന്ധകാര ശക്തികളെ ശാസിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ കർത്താവെ, അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കുന്നു. അടിയൻ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും തൻ്റെ നാവിന്മേൽ ഇരിക്കും. ഒരു ഭക്തനെ സംബന്ധിച്ചോളം കഷ്ടതവേളയിലും സന്തോഷവേളയിലും എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന സമയത്തും ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഭക്തൻ ദൈവത്തെ വാഴ്ത്തുന്നവനായി മഹത്വപ്പെടുത്തുന്നവനായി മാറണം. ദാവീദിൻ്റെ ജീവിതത്തിൽ വെല്ലുവിളിക്കുന്ന വേളയിൽ ഒറ്റപ്പെടുത്തുന്ന അനുഭവം, മക്കൾ ഒറ്റപ്പെടുത്തുന്ന അനുഭവം, രാജ്യത്വം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, ഈ വേളകളിലെല്ലാം ദാവീദിന് ഒന്ന് പറയുവാനുള്ളത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. കണ്ടോ, താൻ ഒറ്റപ്പെടുന്ന, തൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെട്ട് ഓടുന്ന വേളകളിലും ദാവീദിന് പുകഴ്ത്തുവാൻ പറയുവാനുള്ളത് ഇതാണ്: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ വാഴ്ത്തുക. ദാവീദ് പറയുന്ന വേളകൾ തൻ്റെ ജീവിതത്തിൽ വളരെ ഒറ്റപ്പെടുന്ന സിറ്റുവേഷനാണ്. തൻ്റെ മകൻ ഓട്ടിച്ച അനുഭവം, മകൻ ഓട്ടിച്ച അനുഭവം, രാജസ്ഥാനമില്ലാതെ ഓടിയ അവസ്ഥ. എന്നാലും ദാവീദ് രാജാവ് പറയുവാനുള്ളത്, എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ,
നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. കഷ്ടതയുടെയും മധ്യയുടെയും മധ്യത്തിൽ, ഞെരുക്കത്തിൻ്റെ മധ്യത്തിൽ, പ്രയാസത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് നിങ്ങൾ ഭവനങ്ങളിൽ ഒന്നിച്ച് യഹോവയെ ഉയർത്തിയാൽ, കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ, ദൈവത്തെ ഉയർത്തിയാൽ നിശ്ചയമായി ആ ദൈവം നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. അനേകർ തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ബിസിനസ് മേഖല തകർന്ന കുടുംബജീവിതമേ, പ്രിയ പിതാവേ, പ്രിയ സഹോദര, പ്രിയ മാതാവേ, നീ ദാവീദിനെ പോലെ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങളുണ്ട്. പ്രിയ വ്യക്തി ജീവിതമേ, നീ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഉയരുവാൻ ഒരു നാൾ, അത് തകരുവാൻ ഒരു നാൾ, എന്നാൽ സമർത്ഥിക്കൊരു നാൾ, എല്ലാത്തിനും ഓരോ നാളുകളെ ദൈവം ഒരുക്കിയിരിക്കുകയാണ്. സന്തോഷിക്കുവാൻ ഒരു നാൾ, കരയുവാൻ ഒരു നാൾ, ചിരിക്കുവാൻ ഒരു നാൾ, അതേ നഷ്ടപ്പെടുവാൻ ഒരു നാൾ, നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നത് ഒരു നാൾ. നിന്നെ നിശ്ചയമായി നിനക്ക് നഷ്ടപ്പെട്ട ചില അവസ്ഥകൾ തിരികെ തരുവാൻ പോവുകയാണ്. നീ വിശ്വസിച്ച് ആമയെന്ന് പറഞ്ഞാൽ, പ്രവചനാത്മാവിൽ ചില വ്യക്തികളോട്, ചില കുടുംബങ്ങളോട് വർഷങ്ങളായി ചില നഷ്ടപ്പെട്ട അവസ്ഥകളുണ്ട്, ചില നഷ്ടപ്പെട്ട ചില ഐറ്റംസ് ഉണ്ട്, ചില നഷ്ടപ്പെട്ട ചില ഭൗതിക നന്മകളുണ്ട്, ചില നഷ്ടപ്പെട്ട ചില മക്കളുണ്ട്. അതെല്ലാം കർത്താവ് തിരിച്ചു തരുവാൻ പോവുകയാണ്. അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. നാം ദൈവത്തെ ഉയർത്തുമ്പോൾ ദൈവം നമ്മുടെ ശൂന്യതകളെ മാറ്റി നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ നമ്മളെ കരുതുന്ന ദൈവമാണ്. അവൻ നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. ഇന്ന് അനേകർ പ്രയാസത്തോടും ഭാരത്തോടും ഇരിക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിൻ്റെ താഴ്ചയിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നീ യേശുവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ നീ ഇന്നൊരു തീരുമാനമെടുത്താൽ നിശ്ചയമായി അവൻ നിൻ്റെ ദാരിദ്ര്യാവസ്ഥകൾ മാറ്റി, ശൂന്യാവസ്ഥകളെ മാറ്റി നിശ്ചയമായി അവൻ നിന്നെ ഉയർത്തും. ആമയെന്ന് പറഞ്ഞാൽ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അതിൻ്റെ അഞ്ചാം വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ആരെല്ലാം കർത്താവിലേക്ക് നോക്കി, ആരെല്ലാം യേശുവിൽ ആശ്രയിച്ച്, അവരെ ആരും ലജ്ജിച്ചു പോകുവാൻ, അവരാരും നശിച്ചു പോകുവാൻ, അവരാരും തകർന്നു പോകുവാൻ എൻ്റെ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. നീ നിൻ്റെ കഷ്ടത്തിൻ്റെ കാലത്തിൽ, നിൻ്റെ പ്രയാസകാലത്തിൽ നീ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, നീ ദൈവത്തോട് യാചിക്കുമ്പോൾ, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാദപീഠത്തിലിരുന്ന് അവനോട് നിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിശ്ചയമായി അവൻ നിന്നെ ഉയർത്തി നിന്നെ ദേശത്ത് മാനിക്കും. നീ അങ്ങനെ ആ കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. അതെ, നിൻ്റെ ഞെരുക്കവേളയിൽ, കഷ്ടതവേളകളിൽ അനേകർ തള്ളിക്കളയുമ്പോൾ, അനേകർ ഒറ്റപ്പെടുത്തുമ്പോൾ നിന്നോട് മാറോട് ചേർന്ന് നിർത്തുന്ന ഒരു യേശു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിലവിളിക്കുന്ന എളിയ വ്യക്തി ജീവിതമേ, പ്രിയ മാതാവേ, പ്രിയ സഹോദരി, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞെ, നിൻ്റെ നിലവിളി സ്വർഗം അറിഞ്ഞിരിക്കുന്നു. നിൻ്റെ ഏതെല്ലാം വിഷയത്തിന് മേൽ ഭാരപ്പെടുന്നുവോ, ഏതെല്ലാം വിഷയത്തിന് നീ ആകുലപ്പെടുന്നുവോ, ഏതെല്ലാം വിഷയത്തിന് മേൽ നീ തകർന്നിരിക്കുമെന്നോ, എന്നാൽ ദൈവം ആ വിഷയത്തിനെല്ലാം നിന്നെ വിടിവിക്കുന്ന ദൈവമാണ്. ഇപ്പോൾ അവൻ ആ വിഷയത്തിന് മേൽ നിനക്ക് ചില വഴികളെ തുറന്നിരിക്കുകയാണ്. ഇപ്പോൾ നിനക്ക് ചില മേഖലകളെ തുറന്നിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, അവൻ വീരനാം ദൈവം, അവൻ ഞാനാകുന്ന ദൈവമാകുന്നു. അവൻ എൽ ഷഡായിയായ ദൈവം. അതേ, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. നീ എന്ന് കഷ്ടത്തിൽ ഭാരത്തിലായിരിക്കുന്നുവോ,
പ്രയാസത്തിലായിരിക്കുന്നു. പ്രിയ വ്യക്തി ജീവിതമേ, നിൻ്റെ ചെറിയ കഷ്ടങ്ങളല്ല, നിൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ ഇന്ന് വിടുവിച്ചിരിക്കുകയാണ്. ആമയെന്ന് എത്ര പേര് പറയുവാൻ സാധിക്കും? ആമേ കർത്താവെ, എൻ്റെ കഷ്ടതകളിൽ, എൻ്റെ ഞെരുക്കങ്ങളിൽ, എൻ്റെ കടഭാരത്തിൽ, എൻ്റെ രോഗത്തിൽ, എൻ്റെ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ, എൻ്റെ ബിസിനസ് തകർച്ചകളിൽ, എൻ്റെ യാത്രകളിൽ, മുടക്കങ്ങളിൽ, എല്ലാത്തിലും കർത്താവെ നീ എന്നെ സഹായിച്ചു എന്ന് ആര് വിശ്വസിക്കുന്നുവോ, ആര് ആമയെന്ന് പറയുന്നുവോ, അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയെ കാണുവാൻ സാധിക്കും. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. റീവൽ ശന്തനാരികസ്യ, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, എളിയവൻ നിലവിളിച്ചാൽ അനേകർ കണ്ണടച്ചു പോകുമ്പോൾ, എന്നാൽ എളിയവൻ നിലവിളിക്കുമ്പോൾ ഉത്തരമരുളുന്ന ഒരു സ്വർഗ സാന്നിധ്യമുണ്ട്, ഉത്തരമരുളുന്ന ഒരു സ്വർഗീയ അതോറിറ്റിയുണ്ട്. എളിയവൻ്റെ നിലവിളികൾ പലരും കേൾക്കാതെ പോകുമ്പോൾ, സ്വന്തം രക്തബന്ധങ്ങൾ വിട്ടുപോകുമ്പോൾ, മാതാപിതാക്കൾ ഉപേക്ഷിക്കുമ്പോൾ, പിതാക്കന്മാർ തള്ളിക്കളയുമ്പോൾ എളിയവൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്, ഒരു സ്വർഗീയ അതോറിറ്റിയുണ്ട്. നിശ്ചയമായി എളിയവൻ നിലവിളിക്കുമ്പോൾ, ഏകനായി നിലവിളിക്കുമ്പോൾ, വിധവയായി വിളിക്കുമ്പോൾ, അനാഥനായി നിലവിളിക്കുമ്പോൾ, അപകടത്തിൽ അകപ്പെട്ട് നിലവിളിക്കുമ്പോൾ നിശ്ചയമായി അവൻ നിനക്ക് ഉത്തരം നൽകും. നീ യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് ഉറക്ക നിലവിളിക്കുവാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ അത്ഭുതം ചെയ്യുന്ന ഒരു യേശു ക്രിസ്തുവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. നിൻ്റെ സകല കഷ്ടങ്ങളിലും നിന്നെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. ഈ പ്രോഗ്രാം കാണുമ്പോൾ യൂറോപ്പിൻ്റെ മണ്ണിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന, ഗൾഫ് മേഖലയിൽ കാണുന്ന അനേകരെ കർത്താവെന്ന് ചില തകർച്ചയുടെ അവസ്ഥയിൽ നിന്നും, ചില രോഗാവസ്ഥയിൽ നിന്നും, ചില കടഭാരാവസ്ഥയിൽ നിന്നും, ചില ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ നിന്നും, ചില നിന്ദനപ്പെടുന്ന അവസ്ഥയിലും, ചില ട്രാപ്പുകളിൽ നിന്നും എല്ലാം അനേകരെ ഇന്ന് യേശു വിടുവിച്ചിരിക്കുകയാണ്. യേശു നിന്നെ രക്ഷിച്ചിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ അവൻ നിന്നെ രക്ഷിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തു നിശ്ചയമായി നിന്നെ രക്ഷിച്ചിരിക്കുകയാണ്. പ്രവചന ആത്മാവിൽ ചില കുടുംബങ്ങളോട്, സഹോദരി സഹോദരന്മാരോട്, മാതാപിതാക്കളോട് വിളിച്ചു പറയുകയാണ്, നിന്നെ ദൈവം രക്ഷിച്ചിരിക്കുകയാണ്, കർത്താവ് നിന്നെ വിടുവിച്ചിരിക്കുകയാണ്. ആമയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, യഹോവയുടെ ഭക്തൻ, ദൈവത്തിൻ്റെ ഭക്തന്മാരെ അവൻ ദൂതന്മാരെ ഇറക്കി പരിപാലിക്കുന്ന ദൈവം. യഹോവയുടെ ഭക്തന്മാരെ അവൻ ദൂതന്മാരെ ഇറക്കി പരിപാലിക്കുന്ന ദൈവം. എൻ്റെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അനേക യാത്രകളിലുണ്ടല്ലോ, നിൻ്റെ കഴിവിലല്ല നീ ഡ്രൈവ് ചെയ്തത്. അവിടുന്ന് ദൈവം തൻ്റെ മഹാദൂതന്മാരെ അയച്ച് നിൻ്റെ യാത്ര മുഴുകളിലും, നിൻ്റെ യാത്രവേളകളിലും, വാഹനങ്ങളിലും, വിമാനയാത്രകളിലും, ഭവനത്തിലുള്ള യാത്രകളിലും അവിടെല്ലാം തൻ്റെ ദൂതന്മാരെ അയച്ച് നിന്നെ പരിപാലിച്ച ഒരു ദൈവമുണ്ട്, നിന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിനക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, യഹോവയുടെ അവൻ്റെ ഭക്തന്മാരെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ ദൂതന്മാർ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നീ ഭക്തനാണോ? നീ കർത്താവിൻ്റെ ഭക്തനാണോ? നീ യഹോവയുടെ ഭക്തനാണോ? നിശ്ചയമായി നിനക്ക് നിൻ്റെ യാത്രവേളകളിൽ, നിൻ്റെ തകർച്ച വേളകളിൽ, നിൻ്റെ ഒറ്റപ്പെടുന്ന വേളകളിൽ, നീ നിരാശപ്പെടുന്ന വേളയിൽ, നീ ആ ദാരിദ്ര്യാവസ്ഥയിൽ, നീ കുടുക്കിലകപ്പെടുമ്പോൾ നിശ്ചയമായി തൻ്റെ ഭക്തനു വേണ്ടി ദൂതനെ ഇറക്കുന്ന ദൈവമാണ്. അവൻ തൻ്റെ ദൂതനെ ഇറക്കി നമ്മെ വിടുവിക്കുന്ന ദൈവം, നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവം, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവം. അത് ഏലിയ പ്രവാചകൻ്റെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേ വലിയ അത്ഭുതം ചെയ്ത ഏലിയ പ്രവാചകൻ ഇപ്പോൾ ചൂരച്ചെടിയുടെ തണൽ കടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. ലിയോ യഹോവേ, ഞാൻ മറ്റുള്ളവനെ പോലെ ശ്രേഷ്ഠനല്ലെന്ന് നിലവിളിക്കുമ്പോൾ അവിടെ തൻ്റെ ദൂതനെ അയച്ച് ബലപ്പെടുത്തുന്ന
വിടുവിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ഭക്തൻ്റെ ആവശ്യത്തിൻ്റെ മേൽ കണ്ണടയ്ക്കുന്ന ദൈവമല്ല, തൻ്റെ ഭക്തൻ്റെ ആവശ്യത്തിൻ്റെ മേൽ അവൻ നമുക്ക് വേണ്ടി അവൻ്റെ കരം നീട്ടി തൻ്റെ ദൂതന്മാരെ അയച്ച് വിടുവിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിൻ്റെ നിരൂപണങ്ങൾ, നിൻ്റെ ചിന്താവിചാരങ്ങൾ, നിൻ്റെ നോട്ടങ്ങൾ മുഴുവനും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തർക്ക് ചുറ്റിനും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. നീ യേശുക്രിസ്തുവിനെ നല്ലവനെന്ന് രുചിച്ചറിയണമെങ്കിൽ നീ അവൻ്റെ പാദപീഠത്തിൽ വന്ന് അവൻ്റെ വചനം കേൾക്കുവാനും ജീവനും ചൈതന്യമുള്ള വചനം കേൾക്കുവാൻ നീ തീരുമാനമെടുക്കുമ്പോൾ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. നിന്നെ പുലർത്തുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ പ്രിയ വ്യക്തി ജീവിതമേ, നീ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന് അവനെ സ്തുതിക്കുന്ന വ്യക്തിയായി, ആരാധിക്കുന്ന വ്യക്തിയായി നിനക്ക് മാറുവാൻ സാധിച്ചാൽ നിശ്ചയമായി അവൻ നിന്നെ വിടുവിച്ച് നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടി ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു. നീ ആ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ, ആ കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ, അവൻ്റെ വചന ശബ്ദം കേട്ട് അവൻ്റെ വാക്കുകളെ അനുസരിച്ച് നീ കൂടെ നടക്കുമ്പോൾ നിശ്ചയമായി നിന്നെ വിടുവിക്കുന്ന, നിന്നെ പുലർത്തുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നീ ആ ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ, ആ കർത്താവിൽ ആശ്രയം വെക്കുമ്പോൾ നിശ്ചയമായി അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ നിശ്ചയമായി നിന്നെ പുലർത്തുന്ന ദൈവമാണ്. നിശ്ചയമായി അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൽ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇനി അതിൻ്റെ 17-ാം വാക്യം, നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ മാതാവേ, എൻ്റെ പ്രിയ പിതാവേ, ഈ വർഷങ്ങളായി നിനക്ക് കിട്ടുവാനുള്ള ചില പെൻഡിങ്ങുകൾ, ചില വില്ലുകൾ വർഷങ്ങളായി കിട്ടുവാനുള്ള ജോലി മേഖലയിൽ ചില വില്ലുകൾ കിട്ടുവാനുള്ളത് ദൈവം ഈ ദിവസങ്ങളിൽ അത് നിനക്ക് നൽകുവാൻ പോവുകയാണ്. നീ ആമേയെന്ന് പറഞ്ഞാൽ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നീ ചില നിലവിളിക്കുന്ന അനുഭവങ്ങൾ സ്വർഗം അത് കേട്ടിരിക്കുകയാണ്. നിശ്ചയമായി കർത്താവ് അതിൻ്റെ മേൽ ഇന്ന് ചില വഴികളെ അതിനായി തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമുക്ക് ജീവിതത്തിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ആരും നമ്മളെ സഹായിക്കുവാനില്ലാത്തപ്പോൾ, ആരും നമ്മളെ ചേർത്തില്ലാതിരിക്കുമ്പോൾ, ആരും നമ്മളോട് കൂടില്ലാതിരിക്കുമ്പോൾ, പലപ്പോഴും അതേ നമ്മളോട് കൂടെ ആരും കാണത്തില്ല. എന്നാൽ ചേർന്നിരിക്കുന്ന അപ്പനും അമ്മയും നമ്മളെ ഉപേക്ഷിച്ചാലും നമ്മളോട് ചേർന്നിരിക്കുന്ന, കഷ്ടകാലത്ത് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അതേ നമ്മളെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും, നമ്മളെ അനാഥരായിരുന്നാലും, നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ പ്രയാസവേളയിൽ, നമ്മുടെ ശൂന്യാവസ്ഥകളിൽ, നമ്മൾ ഭയപ്പെടുന്ന അവസ്ഥകളിൽ നമ്മളോട് ചേർന്നിരുന്ന് നമ്മളെ വിടുവിക്കുന്ന ഒരു യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. സകല കഷ്ടങ്ങളിലും, നിൻ്റെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും
വിടിവിക്കുന്നവനാണ് എൻ്റെ യേശു. നീ ഏകനായിരിക്കുന്നുവോ, നീ ഭാരപ്പെടുന്നുവോ, നീ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ ഭയപ്പെടുന്ന വ്യക്തിയാണോ, നിൻ്റെ എല്ലാ വിഷയങ്ങളിന്മേൽ കർത്താവ് നിന്നെ ഇന്ന് വിടുവിച്ചിരിക്കുകയാണ്. ഭയത്തിൻ്റെ വ്യാപാര ശക്തികൾ കുടുംബമണ്ഡലങ്ങളിൽ കേൾക്കുന്ന വ്യക്തികളിൽ ചില വിഷയത്തിന്മേൽ ഭയപ്പെടുത്തുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ വാഴ്ചയുടെ അധികാര സ്വർലോക ദുഷ്ടാത്മ കോട്ടകൾ യേശുവിൻ നാമത്തിൽ അത് ഉടഞ്ഞു മാറട്ടെ. ഭയത്തിൻ്റെ ശക്തികൾ മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ പകരുന്നു. ഐ റം തി ലേഖനാഥ റോദി അൽ റീബ ശന്തന രഹസ്യ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വ്യക്തിമണ്ഡലങ്ങളിലും ഭയത്തിൻ്റെ വ്യാപാരങ്ങൾ ഭവനത്തിൽ നിന്ന് യേശുവിൻ നാമത്തെ വിട്ടുമാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ പകരുന്നു. റീകൊൽ ഷെൻതുരിയാരിയ. നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. അതെ, ഹൃദയം നുറുങ്ങി, ഹൃദയം നുറുങ്ങവരേ വാം, മാനസമഞ്ജലേ വാം, ഞാൻ നിനക്കാശ്വാസമേകാം, ഞാൻ നിനക്കാശ്വാസമേകാം. യേശു വിളിക്കുന്നു, എൻ്റെ യേശു വിളിക്കുന്നു. അൻപഴുമായി പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. ഹൃദയം തകർന്നവരേ വാ, ആകുലരായവരേ വാ, ഞാൻ നിനക്കാശ്വാസമേകാം, ഞാൻ നിനക്കാശ്വാസമേകാം. യേശു വിളിക്കുന്നു, എൻ്റെ യേശു വിളിക്കുന്നു. അൻപഴുമായി പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന അനേക കുടുംബങ്ങളിൽ, അനേക വ്യക്തി ജീവിതങ്ങൾ, സഹോദരിമാർ, മാതാപിതാക്കൾ, പല വിഷയത്തിൻ്റെ മേൽ മനസ്സ് തകർന്ന വ്യക്തി ജീവിതമേ, നിന്നെ പരിപാലിക്കുന്ന, നിന്നെ രക്ഷിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ വഴി നടത്തുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് ആരുമില്ലെന്ന് നീ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, ഹൃദയം നുറുങ്ങി അനാഥയായിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിനക്ക് ആരുമില്ലെന്നുള്ള ഭാരം ചിന്താമണ്ഡലങ്ങളെ നീ ഉപേക്ഷിച്ച് യേശു നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് നിന്നോട് പറയുന്നു, മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല ഒരു നാളും. റീകൾ ശന്തരിയ, ഞാൻ എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ വഴി നടത്തും. ഹൃദയം നുറുങ്ങിയിരിക്കുന്ന, ഏകാഗ്രതയോടെ ഭാരപ്പെടുന്ന ഈ പ്രോഗ്രാം കാണുന്ന ചില മാതാപിതാക്കളോട്, സഹോദരി സഹോദരന്മാരോട്, ചില പിതാക്കന്മാരോട്, ചില കുഞ്ഞുങ്ങളോട്, നിരാശയിലിരിക്കുന്ന പിതാവേ, പ്രിയ മാതാവേ, കുഞ്ഞി, സഹോദരി സഹോദര, നിൻ്റെ ഹൃദയ നുറുക്കങ്ങളെ അറിയുന്ന ദൈവം നിശ്ചയമായി അവൻ നിനക്ക് ചില വഴികളെ തുറന്നിരിക്കുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് നീ മനസ്സ് തകർന്നാണോ ഈ പ്രോഗ്രാം കാണുന്നത്? നിന്നെ രക്ഷിക്കുന്നവനായ ദൈവം, നിന്നെ വിടുവിക്കുന്നവനായ ദൈവം, അവൻ ഇപ്പോൾ തന്നെ അത് ചെയ്തിരിക്കുകയാണ്. നീ കാണുമ്പോൾ തന്നെ നിൻ്റെ തകർച്ചകളെ മാറ്റി നിന്നെ അവൻ രക്ഷിച്ചിരിക്കുകയാണ്. യേശു കർത്താവ് നിന്നെ രക്ഷിച്ചിരിക്കുകയാണ്. അവൻ നിന്നെ വിടുവിച്ചിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ, ആമേന്ന് പറഞ്ഞാൽ, നിൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായി, കുടുംബത്തിൽ, നിൻ്റെ സഭയ്ക്കുള്ളിൽ അത് കാണുവാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുക. വിശ്വസിക്കുന്നവർ ആമേന്ന് പറഞ്ഞാൽ നിശ്ചയമായി ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. റീബൽ ഷന്തോഡികസിയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഒരു നീതിമാൻ്റെ അനർത്ഥം, അവൻ്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ അനേകമാണ്. എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. എത്ര ഉണ്ടെന്ന് തിട്ടപ്പെടുത്തുവാൻ പറ്റത്തില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നീതിമാൻ്റെ അനർത്ഥങ്ങളിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, എത്ര അനർത്ഥം വന്നാലും നിൻ്റെ ജീവിതത്തിൽ, നീ നീതിമാനാണോ, നീ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണോ, നിൻ്റെ ജീവിതത്തിൽ വലിയ കാറ്റുകൾ അടിച്ചാലും, കൊടുങ്കാറ്റടിച്ചാലും അതിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ
വിശ്വസിക്കുക. ആമയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നിന്നെ വിടുവിക്കുന്ന, നിന്നെ നടത്തുന്ന ഒരു ദൈവമാണ്. ഈ വചന മുഖാന്തരം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും അവനെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഈ വചനത്താൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. ഇന്ന് അനേകരോട് അവിടുന്ന് സംസാരിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. തകർന്നിരിക്കുന്ന വ്യക്തികൾ, മനസ്സ് തകർന്നവർ, ഹൃദയം നുറുങ്ങിയവർ, സമാധാനമില്ലാത്തവർ, അസമാധാനത്തിൽ കഴിയുന്ന എല്ലാ ജനത്തെയും കർത്താവെ അവിടുന്ന് വിടുവിച്ചതിനായി നന്ദി പറയുന്നു. നല്ല വചനത്തിനായി നന്ദി. കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാനിടവരട്ടെ. ഓരോ കുടുംബത്തിൽ നിന്ന് സമാധാനം പകരുന്നതിനായി, അനേകരെ വിടിവിച്ചതിനായി, അനേകം അവിടുത്തെ അത്ഭുതകരം പ്രവർത്തിച്ച് അവരുടെ ദൂതന്മാരെ ഇറക്കി ഭവനത്തിന് മേൽ അത്ഭുതങ്ങളെ, വ്യക്തിജീവിതങ്ങളിൽ, ബിസിനസ് മേഖലകളിൽ, ജോലി മേഖലകളിൽ, എല്ലാ തകർച്ച അവസ്ഥകളിൽ നിന്നും കർത്താവിനെ നീ അനേകരെ വിടുവിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. എല്ലാ ജനത്തെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ആത്മീയ ഭൗതിക നന്മകളാൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാത്തിനും കർത്താവ് ധാരാളമായി പ്രതിഫലം സ്വർഗമാണ് നൽകുന്നത്. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അനേകർക്കത് ആശ്വാസകരമായി വരട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ദി ഹോളി സ്പിരിറ്റ് യൂട്യൂബ് ചാനലുള്ള ഈ യൂട്യൂബ് ചാനലിൽ ഉള്ള അടിയനെയും അടിയൻ്റെ കുടുംബത്തെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അടിയന് 2 മക്കളാണ്, ഭാര്യ, മക്കൾ 2 പേരും ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.